ഹായ്, ഞാൻ സി ആഷിഫ്, ട്രിപ്പിൾ അക്കാഡമിക് ഹെഡാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിനേഴ്സ് കമൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ എക്സാമിനേഴ്സ് കമൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു എക്സാമിനേഴ്സ് കമൻറ്റിലൂടെ പോവുകയും ചെയ്യും. അപ്പോൾ എന്താണ് എക്സാമിനേഴ്സ് കമൻസ് എങ്ങനെയാണ് എടുക്കുക, സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുക, അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്, അത് വായിച്ച് നോക്കിയുള്ള ഉപകാരം എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് എക്സാമിനേഴ്സ് കമൻസ് എന്ന് പറഞ്ഞാൽ, ഓരോ എക്സാം കഴിയുമ്പോഴും അത് വാല്യൂ ചെയ്യുന്ന ആളുകൾ അവർ വാല്യൂ ചെയ്തതിന് അതിനനുസരിച്ച് ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യും. എന്തൊക്കെയാണ് കുട്ടികൾ നോർമലി കാണിക്കുന്ന മിസ്റ്റേക്കുകൾ എന്നൊക്കെ വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും എക്സാമിനേഴ്സ് കമൻസ് ഉണ്ടാവും. അതിൻ്റെ സമ്മറി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്ത് മിസ്റ്റേക്സ് ആണ് കുട്ടികൾ കൂടുതലും ചെയ്യുന്നത്, ആ മിസ്റ്റേക്സ് ഞാൻ ചെയ്യുന്നുണ്ടോ, എനിക്കത് വരുത്താതെ എങ്ങനെ അടുത്ത എക്സാമിന് ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത എക്സാമിന് എങ്ങനെ എൻ്റെ പ്രിപ്പറേഷൻസിൽ ഈ തെറ്റുകൾ വരുത്താതെ നോക്കാൻ പറ്റും എന്നുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സാമിനേഴ്സ് കമൻസ് വായിച്ചാൽ അത് ഉപകാരമാവും. അപ്പോൾ അതെവിടെയാണ് അവൈലബിൾ ആവുക, അത് എങ്ങനെയാണ് എക്സാമിനേഴ്സ് കമൻസ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. സോ നമ്മൾ ഇത് CMAയുടെ വെബ്സൈറ്റാണ്. അപ്പോൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ കോഴ്സസ് എന്നുള്ളൊരു ഭാഗമുണ്ട്. നിങ്ങൾ കോഴ്സസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലോട്ടാണ് നമ്മൾ വരിക. അതിൽ ഒരുപാട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. നമ്മുടെ സിലബസിനെ കുറിച്ച്, സപ്ലിമെൻ്ററിയെ കുറിച്ച്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച്, പോസ്റ്റൽ ടെസ്റ്റ് പേപ്പേഴ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ എടുക്കേണ്ടത് ഇവിടെയാണ്. എക്സാമിനേഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഡയറക്ടേഴ്സ് എന്തൊക്കെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുക, റിസൾട്ട് പ്രോസസ്സ് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് പ്രോസസ്സ് ചെയ്യുക, ദെൻ വെരിഫിക്കേഷൻ, റീചെക്കിംഗ് ഓഫ് മാർക്സ്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ പബ്ലിഷിംഗ് എക്സാമിനേഴ്സ് കമൻസ്, അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലിങ്കോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വേറെ എവിടെയാണ് ഇത് ഉണ്ടാവുക? ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗൈഡ് ലൈൻസ് ഫോർ സ്റ്റുഡൻസ് ഉണ്ട്, അപ്ഡേറ്റ്സ് ആൻഡ് അനൗൺസ്മെൻറ്റ് ഉണ്ട്, ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അഡ്മിറ്റ് കാർഡ് ഉണ്ട്, റിസൾട്ട് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, സജസ്റ്റഡ് ആൻസേഴ്സ് ഉണ്ട്. ദെൻ കണ്ടോ, എക്സാമിനേഴ്സ് കമൻറ്റ് സമ്മറി. എന്താണ്? എക്സാമിനേഴ്സ് കമൻറ്റ് സമ്മറി കിടപ്പുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയി വന്ന എക്സാമിനേഴ്സ് കമൻറ്റ്സ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ June 24 ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. സോ June 24 എക്സാമിനേഴ്സ് കമൻറ്റ് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ്റർമീഡിയറ്റിൻ്റെയും ഫൈനലിൻ്റെയും December 23 എക്സാമിനേഴ്സിൻ്റെ കമൻസ് ആണ്. അപ്പോൾ ആ ഒരു കമൻസിലൂടെ നമ്മൾ പോവുകയാണ്. എങ്ങനെയാണ് ആ കമൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തിനാണ്? നമ്മുടെ December 24 എക്സാമിനേഷന് നമുക്ക് ഈ ഒരു കമൻസ് നോക്കിയിട്ട് ഇത് സാധാരണ കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്സ് എങ്ങനെ ഞാൻ വരുത്താതിരിക്കും, എങ്ങനെയാണ് എനിക്ക് December 24 ഈ മിസ്റ്റേക്കുകൾ കൂടാതെ എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമൻസ് വായിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ നമ്മൾ ഇൻ്റർമീഡിയറ്റ് എടുക്കുന്നു. ഇതാണ് നമ്മുടെ എക്സാമിനേഴ്സ് കമൻസ്. ഇതിൽ കണ്ടോ ഓരോ സബ്ജക്റ്റ് വൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എക്സാമിനേഴ്സ് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ? നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ ദിസ് ഈസ് എക്സാമിനേഴ്സ് കമൻറ്റ്, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എക്സാമിനേഴ്സ് കമൻറ്റ് സമ്മറി. ഏത് എക്സാമിൻ്റെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്? December 23 എക്സാം വെച്ചിട്ടാണ്. June 24 എക്സാമിനേഴ്സ് കമൻസ് ഇതുവരെ വന്നിട്ടില്ല. വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് 26 ഓഗസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, അപ്പോൾ അതിന് വന്നിട്ടില്ല. ഇൻ്റർമീഡിയറ്റിൻ്റെയാണ് സജഷൻസ് റിഗാർഡിങ് ഹൗ സ്റ്റുഡൻസ് ക്യാൻ ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. അപ്പോൾ എക്സാമിനേഴ്സ് കമൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അത് തന്നെയാണല്ലോ നമുക്ക് വേണ്ടത് അല്ലേ? December 24 എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ മിസ്റ്റേക്കുകൾ വരുത്താതെ പാസ്സാവാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് December 23 എക്സാമിനേഷനിൽ കുട്ടികൾ വരുത്തിയ മിസ്റ്റേക്സുകൾ എന്നുള്ളത് എക്സാമിനറുടെ കമൻ്റാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പേപ്പർ പേജ് 5 ബിസിനസ് ലോ ആൻഡ് എത്തിക്സ്. ഞാൻ ഇതിലൂടെ ഒന്ന് പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാ പേപ്പേഴ്സിലും സെയിം സാധനമാണ്. ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ തന്നെയാണ് മെയിൻ റീസൺ ആയിട്ട് ഇവർ പറയുന്നത്. അറിയാലോ, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. പ്രൊഫഷണൽ കോഴ്സിൽ ഒരു 70 to 80% ഇത് നമ്മളെ പാസ്സാക്കുന്നത് നമ്മുടെ സെൽഫ് പ്രിപ്പറേഷനാണ്. ഒരു സംശയവും വേണ്ട.
ബാക്കി ഒരു 20-30% ആണ് ബാക്കി നമുക്ക് അവൈലബിൾ ആകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഹെൽപ്പ് ചെയ്യുക. ആ 20-30% ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 70-80% നമുക്ക് എഫേർട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ 20-30% ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ആ 20-30% വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഈ 20-30% ഉൾപ്പെടുന്നതാണ് നമുക്കുള്ള ക്ലാസ്സുകൾ, നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്, ദെൻ അവർ തരുന്ന ക്യാഷ് എല്ലാം കൂടി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് ക്ലാസ് കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ നമ്മൾ സെൽഫ് എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. ക്ലാസ്സിൽ നിന്നും ഫാക്കൽറ്റിയുടെ ഹെൽപ്പോടെ നിങ്ങൾ സെൽഫ് എഫേർട്ട് ഇടുന്നുണ്ട്. അതിന് പുറമെ നിങ്ങൾ കുറച്ചും കൂടി ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടൊരു സെൽഫ് എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇത്തരം ഒരു കോഴ്സ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം ലാസ്റ്റ് June 24 ട്രിപ്പിളിൽ നിന്ന് നമുക്ക് 2 റാങ്ക് ഹോൾഡേഴ്സുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവരെങ്ങനെയാണ് പഠിച്ചതെന്ന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ഇടയിൽ നിന്ന് നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അവരോട് സംസാരിച്ചിട്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ്, നമ്മളുടെ അടുത്ത അറ്റംപ്റ്റിൽ നമ്മുടെ കുട്ടികൾക്ക് അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംസാരം. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസ് ആയിരിക്കും ഞാൻ ഇവിടെ ഈ എക്സാമിനേഴ്സ് കമൻസ് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പേപ്പർ 5 ബിസിനസ് ലോ ആൻഡ് എത്തിക്സ്. ബിസിനസ് ലോ ആൻഡ് എത്തിക്സിൽ ബ്രീഫ് റീസൺ ഫോർ പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഞാൻ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ബാക്കിയുള്ള പേപ്പേഴ്സിലും പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് ബാക്കിയുള്ളതൊന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യും. ഇതായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, പുവർ പെർഫോമൻസിനുള്ള കാരണം ഒന്ന് ലാക്ക് ഓഫ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. കോൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്, അതാണ് കുട്ടികളുടെ പുവർ പെർഫോമൻസിന് കാരണം എന്നുള്ളത് തന്നെയാണ് എക്സാമിനേഴ്സ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ എ പ്രൊഫഷണൽ കോഴ്സ് ലൈക്ക് CMA ഉണ്ട്. അപ്പോൾ നമുക്കതുണ്ടോ, നമുക്ക് ഓരോ കോൺസെപ്റ്റും എങ്ങനെയാണ് നമ്മൾ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വരുത്തുക, നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ്, വാട്ടിലാണോ അല്ല, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വൈയിലാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ലോ വന്നത്, എന്തുകൊണ്ടാണ് ആ പ്രൊവിഷൻ വരുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ, എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ എങ്ങനെ ടെസ്റ്റ് ചെയ്താലും നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവും, നമുക്ക് ആ പ്രൊവിഷൻ നമ്മുടെ മനസ്സിലുണ്ടാവും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ വൈയിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെ പ്രശ്നം അങ്ങ് ഒഴിവാക്കാൻ പറ്റും. സോ യു ഷുഡ് ഹാവ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ടു ക്ലിയർ ദിസ് എക്സാം. ദെൻ in some of the cases students were not able to understand questions properly. പലർക്കും ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻസർ നോക്കിയപ്പോൾ ഇവർ വേറെ എന്തിനൊക്കെ ആൻസർ ചെയ്തിരിക്കുന്നു, ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല ആൻസർ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ തീർക്കാൻ പറ്റും, ഇത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ട്രിപ്പിളയുടെ കേസാണ്, ട്രിപ്പിളുടെ വർക്ക് ബുക്ക് ഉണ്ട്, ട്രിപ്പിളുടെ വർക്ക് ബുക്കിൽ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്, PTBയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, MTPയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ട്രിപ്പിളുടെ വർക്ക് ബുക്ക്. സോ ഒരു തിയറി സബ്ജക്റ്റ് ആണ് ഇത്, നമ്മുടെ ബിസിനസ് ലോ ആൻഡ് എത്തിക്സ്. അപ്പോൾ ഇതിലെ തിയറി ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും, ബട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റണം. അതിന് സ്പെഷ്യൽ പ്രാക്ടീസ് തന്നെ വേണം. അപ്പോൾ ആ സ്പെഷ്യൽ പ്രാക്ടീസ് നിങ്ങൾ എങ്ങനെ ഉറപ്പ് വരുത്തുക, നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻസും എഴുതുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിലൊരു 10 ക്വസ്റ്റ്യൻ പ്രോപ്പർലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ തന്നെ ഞാൻ എഴുതും, നിങ്ങൾ ഉറപ്പാക്കുക. ബാക്കി ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ഇത് തന്നെയാണോ നോക്കുക, എന്നിട്ട് സജസ്റ്റ് ആൻസേഴ്സ് നോക്കുക. നേരെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ നോക്കരുത്. ക്വസ്റ്റ്യൻ വായിക്കുക, നിങ്ങളുടെ ആൻസർ മനസ്സിൽ കാണുക, പോയിന്റ് ഔട്ട് ചെയ്യുക. ഇങ്ങനെ തന്നെയാണോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നേരെ ആൻസർ നോക്കുന്നു, അപ്പോൾ നിങ്ങൾ തെറ്റായി ചിലപ്പോൾ സഞ്ചരിക്കാൻ സാധ്യതയുള്ള വഴിയിലൂടെ നിങ്ങൾ അപ്പം സഞ്ചരിക്കൂല, ഫൈനൽ എക്സാമിന് സഞ്ചരിക്കും. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, ഓക്കെ ഈ ക്വസ്റ്റ്യൻ്റെ പ്രൊവിഷൻ നിങ്ങൾക്ക് അറിയുമോ നോക്കുക, ഓക്കെ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ഒന്ന് ഷോർട്ട് നോട്ടായിട്ട് എഴുതി നോക്കുക. ദെൻ നിങ്ങൾ അതിൻ്റെ റിയൽ ആൻസർ എവിടെയാണോ അവൈലബിൾ അവിടെ പോയി നോക്കുക. ദെൻ യു ക്യാൻ ഇംപ്രൂവ് യുവർ സെൽഫ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ യു ക്യാൻ ഡു ഫോർ യുവർ പ്രാക്ടീസ്. അത് മാത്രമാണ് ഇതിനുള്ള ഇത് അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റ്യൻ പ്രോപ്പർലി എന്നുള്ള. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് തന്നെയാണോ എനിക്ക് മനസ്സിലാവുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ആൻസർ ആണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണോ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായത് എന്നുള്ളത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോടാ? ദെൻ സ്റ്റുഡൻസ് ഗേവ് ആൻസർ ജസ്റ്റ് ഫോർ അറ്റൻഡിങ് ഇറ്റ് വിത്തൗട്ട് പുട്ടിങ് റീസണബിൾ എഫേർട്ട്. അതായത് നിങ്ങൾ ജസ്റ്റ് വളരെ കാഷ്വൽ ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എന്താ, നിങ്ങൾ പ്രൊഫഷണൽ എക്സാമിൻ്റെ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളായിരിക്കും,
CMA CAT-ൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് MCQ ടൈപ്പാണ്, നിങ്ങൾ ജസ്റ്റ് ആൻസർ ടിക്ക് ചെയ്താൽ മതി. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം വരുന്നത് CMA ഇന്ററിലാണ്, ഒരു പ്രൊഫഷണലി ഓറിയന്റഡ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം വരുന്നത്. അതിന് തരത്തിൽ നിങ്ങൾ എക്സാമിന് ആൻസർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെന്താ ചെയ്യാൻ പറ്റുക? പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അതുപോലെ തന്നെയാണോ സജസ്റ്റ് ആൻസേഴ്സിൽ ഉള്ളത് എന്ന് നോക്കുക. ഇത് മാത്രമേ വഴിയുള്ളൂ. ഇപ്പോൾ ലോയുടെ കേസിൽ സജസ്റ്റഡ് ആൻസേഴ്സിലുള്ള അതേപോലെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിഫിക്കൽട്ട് ഉണ്ടാവും. എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു 60 to 70% വരണം, അല്ലേ? പോയിന്റ്സുകൾ വരണം. അതേ വേർഡിങ്സ് വന്നില്ലെങ്കിലും പോയിന്റ്സുകൾ അതേപോലെ തന്നെ വരണം, ചില കീവേഡ്സുകൾ വരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ നടന്ന എക്സാമിൽ നിന്നും നമുക്ക് അടുത്ത എക്സാമിൽ എന്ത് ചെയ്യുക, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് വീഡിയോ ആദ്യം എഴുതുന്നവരും ശ്രദ്ധിക്കുക, ആദ്യം December 24 എക്സാം എഴുതാൻ പോകുന്നവരും ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആളുകളും ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഇൻകംപ്ലീറ്റ് ആൻസർ, ഇതൊക്കെയാണ് പുവർ പെർഫോമൻസിൻ്റെ കാര്യം. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആൻസർ, ഇതിനൊക്കെ ഒറ്റ വഴിയുള്ളൂ, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അത് ചെയ്യുക എന്നുള്ളതാണ്. നല്ല സമയമുണ്ട്, മോർ ദാൻ 80 അല്ലെങ്കിൽ ആൾമോസ്റ്റ് 90 ഡേയ്സ് ഇനിയുണ്ട്. അപ്പോൾ ഈ 90 ഡേയ്സ് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ്, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആൻസർ. ഇനി ആവറേജ് പെർഫോമൻസിലുള്ള കാരണം പറയുന്നത് വൈൽ സം ഫെയിൽഡ് ആൻസർ കറക്റ്റ്ലി. ഓക്കെ, സം ഫെയിൽഡ് ടു ആൻസർ കറക്റ്റ്ലി. അത് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടീസ് മാത്രമാണ്. സോ ഈ കാര്യങ്ങൾ ജസ്റ്റ് വായിച്ച് വിടാനേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാത്ത കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക. മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് വന്നത് റീസണബിളി ഓക്കെ, മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ആൻസേഴ്സ് ഫൗണ്ട് മോഡറേറ്റ് സ്റ്റേജ്, നോട്ട് എക്സാക്ട്ലി പെർഫെക്റ്റ് ബട്ട് കവേർഡ് സം ഓഫ് ദ കണ്ടന്റ് അറ്റംപ്റ്റ് റീസണബിളി വെൽ. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മൊത്തം ഒരു കാര്യത്തിൽ പേപ്പർ 5 നോക്കുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് ആവറേജ് ആണ്. അതായത് പ്രിപ്പറേഷൻസിലാണ് നിങ്ങളോട് ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുക, ഇപ്പോൾ വജ്ര ബാച്ച് ഉണ്ട് ട്രിപ്പിൾ-എയുടെ, അങ്ങനത്തെ ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്യുക. ആ ബാച്ചിൽ കംപ്ലീറ്റ്ലി സെൽഫ് ഓറിയൻറ്റഡ്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമുക്ക് ഓരോ ദിവസവും നിങ്ങൾക്കൊരു റിവിഷൻ ഉണ്ട് ഫാക്കൽറ്റിയുടെ, ആ ഫാക്കൽറ്റി റിവിഷൻ ഉണ്ടാവും. അതിനുശേഷം ഷെഡ്യൂൾ, കംപ്ലീറ്റ് ഷെഡ്യൂൾ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മുടെ അക്കാഡമി 20 to 25 മെമ്പേഴ്സ് ഓഫ് ഉള്ള നമ്മുടെ CMAയുടെ അക്കാഡമിക് ടീം. അതിൽ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, നമ്മുടെ 2 റാങ്ക് ഹോൾഡേഴ്സ് ആ ടീമിൽ ആൾറെഡി ഉള്ളതാണ്. ദെൻ നമ്മുടെ CA ഫൈനലിസ്റ്റുകളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ദെൻ CMA ഇന്ററിൽ ഒരു ഗ്രൂപ്പ് പാസ്സായ ആളുകളുണ്ട്. ഇവരെല്ലാം അവരുടെ റിസർച്ച്, പിന്നെ നമ്മുടെ എല്ലാം അക്കാഡമിക് ടീമിൻ്റെ റിസർച്ചും അനലൈസും ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ആ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പ്ലാന് നിങ്ങളെ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അത്തരം പ്ലാനുകൾ, അത്തരം പ്രോഗ്രാംസുകൾ നിങ്ങൾ ഭാഗമാകുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ആവറേജ് അല്ല, അടിപൊളിയാണ് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ദെൻ സിസ്റ്റമാറ്റിക്കലി പോയിന്റ് വൈസ് ആയിട്ട് ആൻസർ ചെയ്യുക. നമ്മുടെ ആ പ്ലാനിൽ എന്തും കൂടെ ഉണ്ട്, നിങ്ങളുടെ ആൻസർ വെരിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ എക്സാം കഴിഞ്ഞാലും അന്ന് ഈവനിങ് ആ എക്സാമിൻ്റെ ബേസിസിൽ ആൻസറിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ട്. ദെൻ വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, ഇത് തന്നെയാണ് എക്സാമിനേഴ്സ് കമൻസിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ എക്സാമിനേഴ്സ് കമൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്, ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. Majority of the students had not prepared well, so performance is average. So preparation is very important. നമ്മുടെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദീസ് 90 ഡേയ്സ് നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാങ്കോടെ തന്നെ December 24 പാസ്സാവാം എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇത്രയാണ് ലോയുടെ കേസ് പറഞ്ഞിട്ടുള്ളത്. സെയിം കാര്യങ്ങൾ തന്നെയാണ് ബാക്കിയുള്ള എല്ലാത്തിലും പറയുന്നത്. ഞാൻ ഇത് പറയുന്നത്, നിങ്ങൾ ഈ സൈറ്റിൽ പോയിട്ട് ഈ ഒരു സാധനം ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ഈ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടോ, ഞാൻ ഇത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ഇതൊരു പ്രൊഫഷണൽ കോഴ്സായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇതിനൊരു മോഡറേറ്റ് ആയിട്ടാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അവരെങ്ങനെയാണ് പഠിച്ചത്, ഡെയിലി ബേസിസ് പഠിച്ചിട്ടുണ്ടോ, എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്തത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. കാരണം നമ്മുടെ അടിയിൽ നിന്ന് റാങ്ക് വാങ്ങിച്ച ഒരാളാണ്, അല്ലേ, ആളുകളാണ്. അപ്പോൾ അത് നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. സോ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആൾറെഡി ട്രിപ്പിൾ-എയുടെ ഇൻസ്റ്റാ പേജിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. ഇനിയും അവർ പല വീഡിയോസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്യാം, അതെല്ലാം കാണുക എന്നുള്ളതാണ്. സോ ഫൈനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ കേസിലും പറഞ്ഞത് ആഡ്വക്കേറ്റ് പ്രിപ്പറേഷൻ്റെ പ്രശ്നം തന്നെയാണ് അതിൻ്റെ എക്സാമിനേഴ്സും കമൻ്റ് ആയിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PTP MTP ഇതൊക്കെ നമ്മൾ സെഷൻസ് ഉണ്ട്. അപ്പോൾ ആ PTP MTP ഒക്കെ ചെയ്യുക. ഈ PTP MTP ഒക്കെ ചെയ്യുമ്പോഴേ അതേ ക്വസ്റ്റ്യൻ വീണ്ടും വരിക എന്നുള്ളതല്ല, കോൺസെപ്റ്റ് ഓഫ് ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് ഭയങ്കര മാർക്ക് വാങ്ങുന്നുണ്ടാവും. പക്ഷേ ഈ എല്ലാ എല്ലാ ചാപ്റ്റേഴ്സിനും കൂടെ ഒരുമിച്ചാണ് നമുക്ക് ഫൈനൽ എക്സാമിന് വരിക. അതിന് നമുക്ക് സ്പെഷ്യൽ പ്രാക്ടീസ് വേണം. അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? PTP MTP പോലത്തെ സജസ്റ്റഡ് ആൻസേഴ്സ്, പ്രീവിയസ് എക്സാമിൻ്റെ സജസ്റ്റഡ് ആൻസേഴ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടോട്ടൽ ആ ഒരു അക്കൗണ്ടിങ് എന്നുള്ള പേപ്പറിൽ ടോട്ടലി 100 മാർക്സിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു 60-70 അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ 60-70 മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഫുൾ റിവിഷൻ ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അതാണ് നിങ്ങൾ എയിം ചെയ്യേണ്ടത്. അല്ലാതെ MTPയിലെ ക്വസ്റ്റ്യൻ അതേപോലെ ഫൈനൽ എക്സാമിന് വരുമോ എന്ന് നോക്കിയിട്ടല്ല. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ് അവിടെ. അപ്പോൾ പ്രിപ്പറേഷൻ പ്രാക്ടീസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് അല്ലേ. ടെക്സ്റ്റ് ബുക്ക് അത്യാവശ്യം എന്ത് ചെയ്യണം? ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ബൈ ടെക്സ്റ്റ് ബുക്ക്, പ്രാക്ടീസ് മോർ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതെല്ലാം നമ്മുടെ വർക്ക് ബുക്കിലുണ്ട്. നമ്മുടെ വർക്ക് ബുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ICM തരുന്ന റിസോഴ്സസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ വർക്ക് ബുക്ക്. അത് പ്രീവിയസ് ഇയേഴ്സ് എക്സാമിനേഷൻസ് ഉണ്ട്, ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. PTP MTPയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. വെറുതെ നമ്മൾ ഒരേ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ എഫേർട്ട് ദ അക്കാഡമിക് ടീം പുട്ട് ബിഹൈൻഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ അക്കാഡമിക് ടീം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രിപ്പിൾ A വർക്ക് ചെയ്യുന്നത് നിങ്ങളെ പാസ്സാക്കാൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നിങ്ങളെ പാസ്സാക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ മാക്സിമം നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും. നിങ്ങളുടെ ഫീഡ്ബാക്കാണ് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലും എനിക്ക് മനസ്സിലായത് ഇതാണ്, നമ്മൾ കുറേ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഉറപ്പാക്കുക. DT IDT ഒക്കെ തന്നെ അങ്ങനെ തന്നെ പറയുന്നത്, കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിയുടെ പ്രശ്നം, പ്രാക്ടീസിൻ്റെ കുറവ്. ഇപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം വർക്ക് ബുക്ക് അതുപോലെ എക്സാംസ് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് വീക്ക്ലി 1 or 2 എക്സാംസ് വരുന്നുണ്ട് നമ്മുടെ പ്ലാനിൽ, വജ്ര ബാച്ചിൻ്റെ പ്ലാനിൽ അത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ മാക്സിമം എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും പറയുന്നത് തന്നെയാണ് അല്ലേ, പ്രിപ്പറേഷൻസ് പോരാന്ന് പറയുന്ന പ്രിപ്പറേഷൻ നിങ്ങളിത് മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കണേ. പ്രിപ്പറേഷൻസ് പോരാ, ആവറേജ് ആണ്. ആൻഡ് പെർഫോമൻസ് ഈസ് സാറ്റിസ്ഫാക്ടറി. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മൊത്തം നോക്കുകയാണെങ്കിൽ, ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ് എന്നുള്ളതാണ് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികൾ ആൻസർ ചെയ്യുന്നില്ല, സഫിഷ്യൻറ്റ് പ്രാക്ടീസ് വേണം എന്നുള്ളതൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. മെജോറിറ്റി സ്റ്റുഡൻറ്റ് ഹാഡ് നോട്ട് പ്രിപ്പയർഡ് ആൻഡ് ആൻസർഡ് പ്രോപ്പർലി വെൽ, സോ പെർഫോമൻസ് ഈസ് ആവറേജ്. മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ ആവറേജ് ആവാൻ കാരണം പ്രിപ്പറേഷൻ്റെ കുറവാണ്. സോ ഇതെല്ലാം നമുക്ക് എന്ത് കവർ ചെയ്യാൻ പറ്റും? വജ്ര ബാച്ച് പോലത്തെ ബാച്ചുകളിൽ, അത്തരം പ്രോഗ്രാംസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ പറ്റും. OM-ഉം SM-ഉം ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഓരോ പേപ്പറും എങ്ങനെയാണ് എക്സാമിനേഴ്സിന് ഫീൽ ചെയ്തത്, അവർ നോക്കിയ പേപ്പറിനനുസരിച്ചാണ് ഈ കമൻസ് വന്നിട്ടുള്ളത്. സോ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഐഡിയ കിട്ടും? ഓക്കെ, എങ്ങനെയാണ് അവർ വാല്യൂ ചെയ്യുന്നത്, എന്താണ് ഒരു വാല്യൂവർക്ക് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പഠനത്തെ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ കുറേ പഠിക്കുക എന്നുള്ളതല്ല, എന്താണ് നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഒരാളുണ്ടാവും, ആ ആൾക്ക് വേണ്ട രീതിയിലാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. നിങ്ങളുടെ റിപ്പോർട്ട് കുറേ നല്ലതായിട്ടൊന്നും കാര്യമില്ല, അയാൾക്ക് എങ്ങനെയാണ് വേണ്ടത് അത്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിലോട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കണം. വേണ്ട ആപ്ലിക്കേഷന് വേണ്ട കാര്യങ്ങൾ, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. അതുപോലെ തന്നെയാണ് എക്സാമിനേഴ്സിന് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ ഇത്തരം ഒരു റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് കിട്ടും. എന്താണ് ശരിക്കും എക്സാം പാസ്സാവാൻ വേണ്ടത് എന്നുള്ളത് ഇതുപോലൊരു എക്സാമിനേഴ്സ് റിപ്പോർട്ട് വായിച്ചാൽ കിട്ടും. ഇത് നിങ്ങൾ വായിക്കണം എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ സജസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ December 24 എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സാമിനേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത് December 23 എക്സാമിനേഴ്സ് റിപ്പോർട്ടാണ്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതിനനുസരിച്ച് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സജഷൻ റിഗാർഡിംഗ് ഹൗ സ്റ്റുഡൻറ്റ് ക്യാൻ ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടടാ. നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങിക്കണ്ടേ, പാസ്സാവണ്ടേ, റാങ്ക് വാങ്ങണ്ടേ, അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും. എക്സാമിനേഴ്സ് റിപ്പോർട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കമൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഇടുക. വേറെ എന്തൊക്കെ ഹെൽപ്സുകളാണ് നിങ്ങൾക്ക് അക്കാഡമിക് സൈഡ്സിൽ നിന്നും അല്ലെങ്കിൽ ട്രിപ്പിൾ എയിൽ നിന്നും വേണ്ടത് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക,
നിങ്ങളുടെ കമൻസ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് പരിഗണിക്കാവുന്നതാണ്. നമുക്ക് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക, നിങ്ങളുടെ പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക, December 24 ക്രാക്ക് ചെയ്യുക, റാങ്ക് വാങ്ങിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.